ഗ്രാമീണ ഭാരതത്തിൻ്റെ ജീവനാഡിയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കാൻ തിരുവനന്തപുരത്ത് ലോക്ഭവന് മുന്നിൽ കോൺഗ്രസ് തീർത്തത് പ്രതിഷേധത്തിൻ്റെ വൻമതിൽ. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ രാപ്പകൽ സമരവേദി കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു കൂടുമാറ്റത്തിനു കൂടി സാക്ഷ്യം വഹിച്ചപ്പോൾ അത് പ്രവർത്തകർക്ക് ഇരട്ടി മധുരമായി. ഗ്രാമീണ ജനതയുടെ തൊഴിലവകാശം സംരക്ഷിക്കുക, തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അന്തസത്ത തകർക്കുന്ന മോദി സർക്കാരിൻ്റെ നീക്കങ്ങളെ ചെറുക്കുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് കോൺഗ്രസ് ലോക്ഭവന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. സമരം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതുപോലെ ഈ നിലപാടും കേന്ദ്രത്തിന് മാറ്റേണ്ടി വരുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി, ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, ഈ പദ്ധതിയിലൂടെ, ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബില്ല് തൊഴിൽ അവകാശമാക്കിയ ബില്ലാണ്. ഇന്ത്യയിലെ ഏത് മൂലയിലുള്ള പഞ്ചായത്തിലും ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായാൽ, തൊഴിലെടുക്കാൻ തയ്യാറായാൽ, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് തൊഴിൽ പ്രദാനം ചെയ്യാൻ പഞ്ചായത്തിനെ ബാധ്യതയുണ്ടാക്കുന്ന റൈറ്റ് ടു എംപ്ലോയ്മെന്റ് ബില്ലായിരുന്നു അത്. തൊഴിലവകാശമാക്കിയ ബില്ല്. ഈ ക്ലോസിലൂടെ, പുതിയ ഭേദഗതിയിലൂടെ തൊഴിലവകാശം എന്നുള്ളത് സാമ്പത്തിക ബഡ്ജറ്റ് അനുസരിച്ച് സാമ്പത്തിക ബാധ്യത അനുസരിച്ചുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അവർ കൊട്ടിഘോഷിക്കുന്നത് 125 ദിവസമാക്കി, 100-ന് പകരം 120. ഇത് ശുദ്ധഭോഷ്കാണ്. 100 ദിവസമാക്കുന്നതിന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 125 ദിവസമാക്കുന്നതിന് ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ തൊഴിൽ ഒരിക്കലും സാധ്യമാകാത്ത രീതിയിൽ ഈ നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കിയിരിക്കുന്നു. പഴയ നിയമം അനുസരിച്ച്, UP സർക്കാരിൻ്റെ നിയമം അനുസരിച്ച്, മൻരേഗ നിയമം അനുസരിച്ച് വേതനത്തിൻ്റെ 100% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുക. ഇപ്പോൾ വേതനത്തിൻ്റെ 60% മാത്രം, ഇപ്പോൾ 60% ആക്കി. അത് ക്രമേണ കേന്ദ്ര വിഹിതം വീണ്ടും വീണ്ടും കുറക്കുമെന്നുള്ള കാര്യം സംശയം വേണ്ട. ബാക്കി 40%. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് പോലും ഒരു വർഷം 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയാൽ മാത്രമേ കൂലി കൊടുക്കാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. ഇത് പഞ്ചായത്ത് രാജ് എന്ന അധികാര വികേന്ദ്രീകരണ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച്, നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വേണമോ വേണ്ടവയോ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം, നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ നോട്ടിഫൈയിങ് പവർ പഞ്ചായത്തിൽ നിന്നും എടുത്തു മാറ്റി കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായിരിക്കും അതിന്? ഇത് അധികാര വികേന്ദ്രീകരണമാണോ? പഞ്ചായത്തുകൾ തീരുമാനിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷനോടെ തീരുമാനിക്കുമെന്ന് പറയുന്നത് ഏത് അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്താനാണ്? ഈ മൻരേഗ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരുപാട് NGOകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം സമരമുഖത്താണ്. കാരണം ഇത് ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ തകർക്കുന്ന മോഡി സർക്കാർ നിയമമാണ്. ഇത് ദരിദ്രർക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിൻ്റെ ഏറ്റവും കനത്ത ആഘാതമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യുകയാണെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈ ലോക്ഭവനിൽ മുമ്പിൽ രാപ്പകൽ സമരമിരുന്നുകൊണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നത് വരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും എന്നുള്ള സന്ദേശം കൊടുക്കുമ്പോൾ
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ നിയമവും കാർഷിക കരിനിയമങ്ങളുടെ അതേ രീതിയിൽ പിൻവലിക്കപ്പെടേണ്ടി വരും എന്നുള്ള സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സോണിയാഗാന്ധി ചെയർപേഴ്സണായി UPAയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള നിയമം പാസാക്കി. നിയമപ്രകാരം അത് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അവകാശമായിട്ട് മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്ത സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാര്, സഹോദരിമാര്, അവരെ പട്ടിണി മാറ്റാൻ, കുട്ടികളെ പോറ്റാൻ അവരെ കണ്ടെത്തിയ ജീവിത മാർഗം നമുക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതി തന്നെയായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നുകിൽ തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭരണഘടനാപരമായിട്ട് പൗരന്മാർക്ക് ജീവിക്കാനുള്ള, മാന്യമായി ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് വരുമാനം ഉറപ്പിക്കാനുള്ള കൂലി നൽകണം. അതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത നമുക്കെല്ലാവർക്കും അറിയാം. ആ മഹത്തായ പദ്ധതിക്ക് രാഷ്ട്രപിതാവിൻ്റെ, മഹാത്മജിയുടെ നാമധേയമാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് നൽകിയത് എങ്കിൽ രാഷ്ട്രപിതാവ് പറഞ്ഞു, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമീണ ജനതയുടെ പട്ടിണി മാറ്റുകയാണ് ഏതൊരു ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തമെന്ന് രാഷ്ട്രപിതാവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, സ്വപ്നങ്ങൾ, അതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ബൃഹത്തായ മഹത്തായ ഈ സാമൂഹ്യ പദ്ധതി നടപ്പിലാക്കി, തൊഴിലുറപ്പ് നടപ്പിലാക്കി, അതിന് രാഷ്ട്രപിതാവിൻ്റെ നാമധേയം നൽകിയത് എങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആരംഭത്തിൽ തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നു. 2009 UPA വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ അത് BJP പറഞ്ഞു, കോൺഗ്രസ് ഗവൺമെന്റ് ആവിഷ്കരിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് കോൺഗ്രസിന് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞത് എന്ന് അവരെ ആവലാതിപ്പെട്ടവരാണ്. ഈ പദ്ധതിയെ ആരംഭത്തിൽ തന്നെ അവരെതിർത്തവരാണ്, അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണ് BJP ഗവൺമെന്റ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി, അവരെന്ത് ചെയ്യുന്നു? ഈ പദ്ധതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ഏറ്റവും കിരാതമായ നിയമം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ അവരെ ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുൻപ് നമുക്കറിയാം, കർഷകർക്ക് എതിരായിട്ടുള്ള 3 കിരാത നിയമങ്ങൾ ഇന്ത്യയിൽ BJPയുടെ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിശക്തമായ കർഷക പ്രതിഷേധം ആ തെറ്റായ നിയമങ്ങൾക്കെതിരെ ഉയർന്നു. അവസാനം ആ തെറ്റായ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബാധ്യസ്ഥമായി, നിർബന്ധമായി. ഇവിടെ ഇത്തരത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണം പാർലമെന്റിൽ വന്നപ്പോൾ നമ്മളുടെ ബഹുമാന്യരായ നേതാക്കന്മാർ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും K സുധാകരനും ബെന്നി ബെഹ്നാനും കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നമ്മുടെ MPമാർ, നമ്മുടെ നേതാക്കന്മാർ അതിശക്തമായി ആ നിയമത്തിനെതിരെ പാർലമെന്റിൽ അവർ ശബ്ദിക്കുകയും പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂഴിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ആ സമരം നമുക്കറിയാം. രാജ്ഭവന്റെ മുമ്പിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരം ആരംഭഘട്ടത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ തൊഴിലുറപ്പ് സംരക്ഷണം സമരങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ തെറ്റായ നയങ്ങൾ പിൻവലിക്കാൻ, ഈ ജനകീയമായ സമരങ്ങളിൽ ഉയർന്നു വന്ന വികാരങ്ങളെ മാനിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. BJP ആരെയാണ് സഹായിക്കുന്നത്? അവരെ അദാനിയെയും അംബാനിയെയും സഹായിക്കുന്ന, കോടീശ്വരന്മാരെ സഹായിക്കുന്ന ഗവൺമെന്റാണ്. പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, കർഷക തൊഴിലാളികളെ, കൃഷിക്കാരെ അവഗണിക്കുന്ന ഗവൺമെന്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. G20 രാജ്യങ്ങളുടെ ഗ്ലോബൽ സബ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്ന
പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ലോകരാജ്യങ്ങളുടെ തലവന്മാർ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് അഭിനന്ദിക്കുകയും ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകണം എന്നാവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ലോകത്ത് പല രാജ്യങ്ങൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു പദ്ധതിയാണ്. ഇന്ത്യയെ പോലുള്ളൊരു മൂന്നാം ലോക രാജ്യത്ത് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പട്ടിണിപ്പാവങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകച്ച പദ്ധതിയാണിത്. പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് പണം വന്നൊരു പദ്ധതിയാണിത്. ഒരുപാട് സങ്കടങ്ങൾ മാറി ഒരുപാട് പട്ടിണി മാറ്റാൻ പറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. അതിനകത്ത് ഒരു വലിയ സാമ്പത്തികമായ നയതന്ത്രം കൂടി ആ പദ്ധതിയിലുണ്ടായിരുന്നു. കാരണം എപ്പോഴും രാജ്യം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തെ ഗവൺമെൻറ്, ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് കൂടുതൽ പണം ചെലവാക്കണം എന്നുള്ളതാണ് ഒരു വലിയ തിയറി. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ജോൺ കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉപദേശിച്ച കെയ്നീഷ്യൻ തിയറിയാണ് ഒരു അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി. കാരണം ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുക കൂടുതൽ പണം. അവ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറൻസി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ്. അതെവിടെയെങ്കിലും കെട്ടി വെച്ച പൂപ്പൽ പിടിക്കുമെന്നല്ലാതെ അതിന് കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല. പണത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത് പണം സർക്കുലേഷനിലാവുമ്പോഴാണ്, പണം ആളുകളുടെ ഇടയിലുള്ളപ്പോഴാണ്, എല്ലാവരുടെയും കയ്യിലേക്ക് ഈ പണം എത്തും. ഈ കിട്ടുന്ന പണം ഒരാൾ ബാങ്കിലിടില്ല. കാരണം ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടാൻ പറ്റുന്ന പാവപ്പെട്ടവരല്ല അവർ. പലർക്കും ബാങ്കിലൊന്നും സേവിങ്സ് പോലും ഇല്ലാത്ത പണം കിട്ടിയാൽ അപ്പം തന്നെ ഇത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അവരൊന്നിൽ പലചരക്കടയിൽ പോവും, അല്ലെങ്കിൽ തുണിക്കടയിൽ പോവും, അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോവും. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന പണം അത് ചെലവഴിക്കപ്പെടുകയാണ് മാർക്കറ്റിൽ. ആ മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ നികുതി വരും. അത് പല പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യപ്പെടും മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും പണം ഉണ്ടാകും. ഈ കൊടുക്കുന്ന 75,000 കോടിയും 1,00,000 കോടിയും എല്ലാം ഇന്ത്യയിലെ സാധാരണക്കാരുടെ പോക്കറ്റിലുണ്ടാവും. ഈ റൊട്ടേഷനിലാണ് പണം നിൽക്കുന്നത്. അങ്ങനെ ജനങ്ങളെ സജീവമാക്കാൻ നാടിലെ ആളുകളുടെ പോക്കറ്റുകളിലേക്ക്, ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ കയ്യിലേക്ക് മാത്രമല്ല, നാട്ടിലെ ബിസിനസ്, സാധാരണ ബിസിനസ് പോലും അതുപോലും വർദ്ധിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണിത്. ഒരുപാട് അർത്ഥമുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതി ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു, ഇല്ലേ? നമ്മുടെ ഇൻകം ടാക്സ് വർദ്ധിച്ചു. 147% എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചപ്പോൾ 180% ഇൻകം ടാക്സ് വർദ്ധിച്ചത്. രാജ്യത്തെ മൊത്തമായിട്ടുള്ള ടാക്സ് വർദ്ധിച്ചു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ പണം ഉണ്ടായി. ഒരു സർക്കാരിൻ്റെ ആദ്യത്തെ ജോലി ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ്. ആ ഖജനാവ് നിറച്ചാലാണ് വികസന പദ്ധതികളും അതുപോലെ ക്ഷേമ പരിപാടികളും നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അങ്ങനെയാണ് ഗവൺമെൻറ് എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കി. ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ ഗവൺമെൻറ് 2 റൈറ്റ് ടു എഡ്യൂക്കേഷൻ സ്കീം നടപ്പാക്കി. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അധ്യാപകരെ കൂടുതൽ നിയമിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ ഫിനാൻസ് ചെയ്തു. അന്ന് LDF ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന സമയമാണ്. അന്ന് NRHM പദ്ധതി തുടങ്ങി, നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം. ആ പ്രോഗ്രാമിലാണ് ഇവിടെ ആശുപത്രികളിൽ കെട്ടിടങ്ങൾ പണിതത്. NRHM സ്കീമിൽ കോടികളാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ പണം ഖജനാവിൽ ഉണ്ടാക്കിയിട്ട് ആ പണം റീഡിസ്ട്രിബ്യൂഷനാണ്, സമ്പത്തിൻ്റെ നീതിപൂർവമായ പുനർവിതരണമാണ് ഇവിടെ നടത്തിയത്. സമരവേദി രാഷ്ട്രീയ കേരളത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം കൊട്ടാരക്കരയുടെ മുൻ MLAയും CPM നേതാവുമായിരുന്ന ഐഷ പോറ്റിയുടെ സാന്നിധ്യമായിരുന്നു. സമരപ്പന്തലിലെത്തിയ ഐഷ പോറ്റിയെ KC വേണുഗോപാൽ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൽ നിന്ന് അവർ ഔദ്യോഗികമായി കോൺഗ്രസ് അംഗത്വം ഏറ്റുവാങ്ങി.
നമുക്ക് മനസ്സന്തോഷമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്നും കമ്മിറ്റികളൊന്നും ഇല്ലല്ലോ. എല്ലാ സമയവും മണ്ഡലം മുഴുവൻ പോയി അവിടെ ഇവിടെ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. ഓരോരോ സംസ്ഥാനത്തിന് ഓരോരോ രീതിയല്ലേ. എനിക്കതിലൊന്നും കൂടുതൽ കമന്റ് പറയാനില്ല. ഞാൻ എന്തായാലും പൊതുസമൂഹത്തിൽ നിന്ന് പോകരുതെന്നുള്ള ഒരുപാട് പേര് രാഷ്ട്രീയത്തിന് എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവരും ഞാനും ഒരാളുടെയും രാഷ്ട്രീയമോ കൊടിയോ നോക്കിയിട്ടില്ല നാളിതുവരെ. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും മറ്റുള്ള പാർട്ടി ആയാലും ആരാണേലും മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ലേ പൊതുസേവനം. അത് സഫർ ചെയ്യാൻ തയ്യാറുള്ളവരെ അതിന് പോകാവൂ. നല്ല പെരുമാറ്റം വേണം. സ്നേഹത്തോടെ ഇടപെടാൻ കഴിയണം. ഒരു വർത്താനം പറയുന്നോണ്ടോ സ്നേഹത്തോടെ ഇടപെടുന്നോണ്ടോ ആർക്കും നഷ്ടമുള്ളതല്ലല്ലോ. അതെല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ പക്ഷം. നമ്മളാരും വലിയ ആളൊന്നും അല്ലല്ലോ. എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കി തന്നെ പോകണം. ആരും വലിയ ആളൊന്നുമല്ല. എപ്പോഴും ആ ഒരു മനുഷ്യരോടൊരു സ്നേഹവും ഇടപെടലും ഏത് പാർട്ടിയിലുള്ളവർക്കായാലും ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ തന്നെ മാം സൂചിപ്പിച്ചു, ഈ ഉമ്മൻചാണ്ടി ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. അത് നല്ല വിമർശനം. വലിയ സൈബർ അതിക്രമങ്ങൾ പാർട്ടിയിൽ നിന്ന് വലിയ അവഹേളനമൊക്കെ തന്നെ നേരിടേണ്ടി വന്നു. എങ്ങനെയാണ് അവഹേളനം നേരിടുന്ന ഒരുപാട് കമന്റ്സ് വരുമല്ലോ. ഞാൻ അന്നും പറഞ്ഞു സോഷ്യൽ മീഡിയ അന്നൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല. എല്ലാവരും വന്നിങ്ങനെയാണോ അങ്ങനെയാണോ ഞാനൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹത്തിനെ അനുസ്മരിക്കാൻ ഞാനും കൂടി ഇരുന്ന ഒരാളാണ്. അവർ പറഞ്ഞായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളത്. MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു റൈറ്റപ്പ് ഉണ്ട്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. MLA ആയിരുന്നു. സത്യസന്ധമായിട്ടിരിക്കണതേ. നമ്മളെ രാഷ്ട്രീയത്തിന്റെ മറ മാത്രമല്ല, ഏത് രാഷ്ട്രീയത്തിൽ ഇരുന്നാലും എല്ലാരെയും ഒരേപോലെ കാണാൻ പഠിക്കണം. അതിലെ ശരി തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് ശരിയുടെ കൂടെ നിൽക്കണം. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യണം. നേരത്തെ തന്നെ CPM-ന്റെ പല കമ്മിറ്റികളിൽ നിന്നൊക്കെ തന്നെ ഒഴിവാക്കാൻ പറഞ്ഞു. എനിക്കിങ്ങനെ ഒരുപാട് ജോലി എല്ലായിടത്തും ഓടിയെത്തുക പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സ്ത്രീക്ക് തുല്യത വേണമെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 ഒരു കാര്യം പറയുന്നുണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആകാവുന്ന. എന്തിനാണ് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം അല്ലെങ്കിൽ മറ്റു കൊടുക്കണം എന്ന് പറയുന്നത്? അവരെ ഉയർത്തി ഒപ്പം കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ പുരുഷന്മാരെ പോലെ നല്ലപോലെ സ്കൂട്ടർ ഓടിക്കുകയും കാർ ഓടിച്ചും പോകുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ അത്രത്തോളം എന്നെ പോലെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളെന്ന് പറയുമ്പോൾ എനിക്ക് കുറേ പരിമിതികളുണ്ട്. ഞങ്ങളുടെ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട് മുന്നോട്ട് വരാൻ. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഞാൻ എല്ലാവരുടെയും ഒപ്പം ഇത്രയും നാളിൽ നിന്ന് ഇനിയും പോകുന്നത്. ഒരു പ്രമുഖ അഭിഭാഷകയായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് അവിചാരിതമായി എത്തപ്പെട്ടത്. അതിനുശേഷം പിന്നീട് അവിടെ വലിയൊരു അവഹേളനം നേരിടേണ്ട സാഹചര്യമൊക്കെ തന്നെ നേരിട്ടു. എങ്ങനെയാണ്? ഞാൻ അങ്ങനെ അവഹേളനം എന്നൊന്നും പറയുന്നില്ല. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് സത്യമാണ് 85 മുതൽ 2000 വരെ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സമയമുള്ളപ്പം പൊതുപ്രവർത്തനത്തിനൊക്കെ പോവും. ചിലപ്പോൾ സമയം കാണില്ല, കാരണം കക്ഷികളും കേസും നമ്മുടെ ജീവിതമല്ലേ. അപ്പം അങ്ങനെ ഇരുന്നു. ഇതൊക്കെ ഒരു നിയോഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. വരുന്നതിനെ നല്ലതായിട്ട് കണ്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ലപോലെ എല്ലാവരുമായിട്ട് യോജിച്ചാൽ നമ്മളൊറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ MLA ആയിരുന്നപ്പോഴും ഇത്രയും കാര്യം ചെയ്തെങ്കിൽ ഒരുപാട് പേരുടെ സഹായം ഉണ്ടതിന്. എത്രയോ പേരുടെ ഉദ്യോഗസ്ഥരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, എതിർ രാഷ്ട്രീയത്തിലുള്ളവരെ, ചെറുപ്പക്കാരെ, പിള്ളേര്, കൊച്ചു പിള്ളേര് വരെ എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ആരെ നമ്മൾ വയസ്സായവരെ അവഗണിക്കരുത്, അവർക്കും കൊടുക്കണം. ഇതേ ഉള്ളൂ. ഇതാണ് രാഷ്ട്രീയം. ഇതാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ ഈ കൂടെ എത്തിയെന്നുള്ളതേ ഉള്ളൂ. കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള രാപ്പകൽ സമരം കേവലം ഒരു പ്രതിഷേധം എന്നതിലുപരി വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും പുതിയ ചേരിമാറ്റങ്ങളുടെയും കാഹളം കൂടിയായി മാറുകയാണ്. മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ പദ്ധതിയുടെ ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുക, പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുക, മാത്രമല്ല ഇതിനുവേണ്ടി കൊടുക്കേണ്ട പണം വേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുക. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 2014 മോഡിയുടെ ആദ്യത്തെ ബഡ്ജറ്റ് വരുന്നത്. ആ 2014 ബഡ്ജറ്റ് മുതൽ ആ ബഡ്ജറ്റിലാണ് ഏറ്റവും വലിയ വെട്ടിക്കുറവുണ്ടായത്. മാത്രമല്ല ആധാർ അടിസ്ഥാനമായിട്ടുള്ള ആ പേയ്മെന്റ് നിബന്ധനകൾ തുടങ്ങിയത് മൂലം 7 കോടി തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. 7 കോടി തൊഴിലാളികളെ മുടന്തി ന്യായം പറഞ്ഞ് ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. പ്രതിവർഷം 100 പകരം കഷ്ടിച്ച് 50 ദിവസം 55 ദിവസം മാത്രമാണ് തൊഴിൽ കൊടുത്തത് എന്നും ചരിത്രത്തിന്റെ ഭാഗമാണ്.
ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള തൊഴിലവകാശം ഇപ്പോൾ വെറും ഉറപ്പ് മാത്രമായി മാറുകയാണ് ഉണ്ടായത്. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ കുറേ കാലങ്ങളായി ശ്രമം തുടങ്ങിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ തന്നെ അംഗമായിരുന്നവർക്കറിയാം, ഓരോ ബഡ്ജറ്റിലും ഇതിൻ്റെ വിഹിതം കുറച്ചുകൊണ്ട് വരികയായി. ഇപ്പോഴീ 60-40 ആക്കിയപ്പോൾ 60-40 എന്നുള്ളതല്ല പ്രശ്നം. സംസ്ഥാനങ്ങളുടെ 40% അവരുടെ കോട്ട ആദ്യം റിലീസ് ചെയ്തില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ കോട്ടയും റിലീസ് ചെയ്യില്ല. ഇതങ്ങനെയാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ. സംസ്ഥാനം റിലീസ് ചെയ്യുന്നതനുസരിച്ചാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യുക. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ കേന്ദ്രം റിലീസ് ചെയ്യില്ല. അപ്പോൾ കേന്ദ്രത്തിന് പരമസുഖമായി, സംസ്ഥാനം റിലീസ് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളും കൊടുത്തില്ല. എന്നിട്ട് ഇതൊക്കെ ലാഭം വെച്ച് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ പിണറായി കാണിക്കുന്നത് പോലെ, ഈ ക്ഷേമ പെൻഷൻ ഇലക്ഷൻ്റെ തലേന്ന് കൂട്ടുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെപ്പിടി വിദ്യ കാണിക്കാനുള്ള പണം സ്വരൂപിച്ച് വയ്ക്കുകയാണ്. അതിന് പാവപ്പെട്ട ഈ തൊഴിലാളികളെ ഇങ്ങനെ വഴിയാധാരാക്കേണ്ട വല്ല കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ നയം. അപ്പോൾ ഓരോ ദേശീയ നേതാക്കന്മാരുടെ പേരുകൾ ഒഴിവാക്കി, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുത്തവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുക. അതിലേറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദിയുടെ അഭാവം കേരളത്തിൽ പരിഹരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ്. കാരണം എന്തെല്ലാം മോഡി ചെയ്യുന്നുവോ അതെല്ലാം അദ്ദേഹം കേരളത്തിൽ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞല്ലോ, ഇന്നലെ ശരിക്ക് മുഖ്യമന്ത്രി സമരം നടത്തേണ്ട എവിടെയാണ്? ഇവിടെയല്ലേ സമരം നടത്തുന്നത്? ഇതല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത്. കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണല്ലോ ഗവർണർ. ഒന്നും വേണ്ട, ആ AG's ഓഫീസിൻ്റെ മുമ്പിലെങ്കിലും സമരം നടത്തായിരുന്നില്ലേ? AG's ഓഫീസ് അങ്ങനെയെങ്കിലും പറയേ. ഇത് പാവം രക്തസാക്ഷി മണ്ഡപത്തിൽ രക്തസാക്ഷികളാണോ നിയമം മാറ്റിയത്? ഈ നിയമം മാറ്റിയവർക്കെതിരെ ഒരു സമരം നടത്താനുള്ള ഗഡ്സ് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല. നമ്മുടെ ശബ്ദം കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് എന്ന് അറിയിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ചില മന്ത്രിമാരും ചേർന്നുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ നടത്തി എന്ന് വരുത്തിക്കൂട്ടിയതുപോലെയല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുമുള്ള ശബ്ദം നമ്മൾ ഉയർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഗ്രാമാന്തരങ്ങളിലേക്ക് നമ്മുടെ സമരം പോകേണ്ടതായിട്ടുണ്ട്. ഗ്രാമാന്തരങ്ങളിലെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടിണി അകറ്റുവാൻ വേണ്ടി ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം കൊടുത്ത് ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്കുണ്ടാക്കി തന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ പഴയ കാര്യങ്ങളൊന്ന് ഓർക്കുമ്പോൾ, ഈ UPA ഉണ്ടായ കാലത്ത് UPAയുടെ കോമൺ മിനിമം പ്രോഗ്രാം പ്രഖ്യാപിച്ച അവസരത്തിൽ അന്ന് ഈ മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതി അതിൽ ഉൾപ്പെടുത്തണമെന്ന് ശ്രീമതി സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് നിർബന്ധം പിടിച്ചപ്പോൾ അത് ഉൾപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പം തന്നെയുള്ള എത്രയോ പദ്ധതികളിൽ 60-40 പ്രഖ്യാപിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ? ഇവിടെ അൻവർ സാദത്ത് ചൂണ്ടിക്കാണിച്ചു. ജലജീവൻ പദ്ധതി 60% കേന്ദ്രം, 40% സംസ്ഥാനം കൊടുക്കുന്നില്ല. ആ പദ്ധതി മുടങ്ങി, കിട്ടുന്നില്ല. കുടിവെള്ളം കൊടുക്കാനുള്ള അതിനേക്കാൾ പെട്ടെന്ന് ഇത് മുടങ്ങും. ഈ പദ്ധതി ഇല്ലാതാക്കുകയാണ്. ഈ പദ്ധതി ഇല്ലാതാക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പേര് കൂടി ഇല്ലാതാക്കാൻ നോക്കും. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവർ ഗോഡ്സെയും കൂട്ടരും ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ സ്മരണയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം എത്ര തലകുത്തി നിന്നാലും ഗാന്ധിജിയുടെ സ്മരണയും ഗാന്ധിയൻ ആശയങ്ങളെയും തകർക്കാൻ നരേന്ദ്രമോദിക്കല്ല, നരേന്ദ്രമോദിയുടെ അപ്പനപ്പന്മാർ വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിലേക്ക് ഇനിയും വലിയ ഒഴുക്കുണ്ടാകുമെന്ന നേതൃത്വത്തിൻ്റെ വാക്കുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ
സൂചനയാണ് നൽകുന്നത്. രാഷ്ട്രീയ വിസ്മയങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.